ഒരു സന്യാസിയുടെ പേരാണ് തോക്ക്. ആലോചിച്ച് നോക്കിയേ, തോക്ക് സ്വാമി. ക്രിമികളെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ ലൈസൻസ് ഉള്ള തോക്കുണ്ടെന്നും പറഞ്ഞ് ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നവനൊക്കെ ഇപ്പോ ഷാമിയാണത്ര, ഷാമി. ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടോന്ന് വരും. വാതിലും ജനലും ഒക്കെ അടച്ച് അകത്തിരുന്നോണം എല്ലാരും. ഇപ്പൊ വരുന്ന വഴിക്ക് ശ്വേതാജിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സ്വാമിക്കും ശ്വേതയ്ക്കും അടുപ്പമുണ്ട്. അൻസിബ ഫയലുമായിട്ട് കയറി പട്ടന്ന് പറഞ്ഞ് രാജി വന്നു, തിരിച്ചു വന്നു. ഇതല്ല അവിടെ നടന്ന സംഭവം. നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല, ശേഖരനാ പറയുന്നത്. അൻസിബ എന്ന ഒരു പെങ്കൊച്ച് താൻ നേരിട്ട പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അതിനുള്ള ഉത്തരം മുട്ടിയപ്പോൾ ഇറങ്ങി ഓടിയതാണ് ഷാമി ശ്വേത. പിന്നെ തോക്കിന് അംഗത്വം കിട്ടാത്ത സംഘടനയിൽ ഇങ്ങനെ വാചകം അടിക്കാം എന്നതിനപ്പുറം നട്ടാൽ കുരുക്കാത്ത പൊട്ടത്തരങ്ങൾ വിളിച്ചു പോകാം എന്നതിനപ്പുറം ഷാമിക്ക് വല്ല പുല്ലും ചെയ്യാൻ പറ്റുമോ ഷാമി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്വേത വന്ന് ഷാമിയോട് പരാതി പറയാൻ ജഗദീഷ് ശിവകുമാർ ചോദിച്ചതുപോലെ എന്നാണ് ചോദിക്കേണ്ടത്. സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് ഷാമി കണ്ടെത്തി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. കാലന്റെ ദൃഷ്ടി അവരിൽ ഉണ്ടാവും. പിന്നെ സിദ്ദിഖ് താങ്കളുടെ സഹോദരിയെ എന്തോ അയച്ചുവെന്നോ കാണിച്ചുവെന്നോ പറഞ്ഞുവെന്നോ നേരി കാണുമ്പോൾ ആ മൊട്ടത്തലേനെ എന്തോ ചെയ്യുമെന്നോ ഒക്കെ തോക്ക് ഷാമി പറയുന്നത് കേട്ടു. ഇപ്പോൾ സിദ്ദിഖിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആ മൊട്ടത്തലേൻ സിദ്ദിഖുണ്ടല്ലോ, എന്താടാ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? സിദ്ദിഖ് എന്റെ ഒരു സിസ്റ്ററിന്റെ അടുത്ത് ഒരു ചെറിയ അസ്കിത കാണിച്ചൊരു മെസ്സേജ് അയച്ചു. അവൻ അറിയില്ലായിരുന്നു എന്റെ പെങ്ങളാണെന്ന്. എവിടെയെങ്കിലും വെച്ച് കാണും. നിങ്ങൾക്കൊരു റോളും ഇല്ലാത്ത ഒരു സംഘടനയെ ശ്വേത പറഞ്ഞു എന്ന പേരിൽ വിരട്ടേണ്ട ഷാമി വിവരം അറിയും. സ്വാമി ആ നേരത്തെ രാമനാമം ജപിച്ച് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കും. സ്വാമി എന്ന് പറയുക, കുർത്തയും ജീൻസും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. എന്ത് ഷാമി? ആ ഷാമി തട്ടിപ്പാണല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.